ഈ വൈദിക ജീവിതത്തിനൊരു ഭംഗിയുണ്ട്. അതൊരു മിസ്റ്ററി ആയിരിക്കാം ചിലരെ സംബന്ധിച്ച്. പുറമേ നിന്ന് നോക്കുന്നവരെ സംബന്ധിച്ച് അവർക്കത് അത്ര ഗ്രാസ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല, പൂർണ്ണമായും ഗ്രഹിക്കാൻ പറ്റണമെന്നില്ല. എന്താണ് അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? നമ്മളെ കേൾക്കുന്ന കുടുംബങ്ങളുണ്ട്, യുവാക്കളുണ്ട്, ദൈവവിളിക്കായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് ഈ വൈദിക ജീവിതത്തിൻ്റെ ഒരു ഭംഗി? കെവിൻ ആ ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വാചകം എന്ന് പറയുന്നത് മാലാക പരിശുദ്ധ അമ്മയെ അഡ്രസ്സ് ചെയ്തൊരു അഭിസംബോധന ചെയ്തൊരു വാചകം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അതൊരു പക്ഷേ മനുഷ്യനെ തമ്പുരാൻ കാണുന്ന ഒരു രീതിയായിട്ട് നമുക്കെടുക്കാം. നന്മ നിറച്ചിട്ടാണല്ലോ മനുഷ്യനെ തമ്പുരാൻ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. നന്മ നിറഞ്ഞവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് ഈ നിറഞ്ഞ നന്മ മറ്റുള്ളവർക്ക് പങ്കുവെക്കാനായിട്ടുള്ള അവസരം കിട്ടുക എന്നുള്ളതാണ്. വൈദിക വൃത്തിയെപ്പോലെ, സന്യാസ ജീവിതത്തെപ്പോലെ അത്രയും അവസരം ലഭിക്കുന്ന വേറൊരു മേഖല ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടാകാം, ഇല്ല എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് കെവിൻ സന്യാസ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ വൈദിക ജീവിതത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെ പങ്കുവയ്ക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഒരുക്കി തരുന്ന ഒരു ജീവിതമാണിത്. അതുകൊണ്ട് തന്നെ അത് മറ്റു പലരുടെ ജീവിതത്തിലും നന്മയും സൗഖ്യവും ഒക്കെ ആയിട്ട് തീരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത.